അങ്ങനെ വെളുപ്പിന് 4 മണിക്കുള്ള നമ്മുടെ അണ്ണൻ്റെ ഏറ്റവും പുതിയ പടത്തിൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുന്ന ഇരിപ്പാണ്. ഒന്ന് കിടന്നുറങ്ങിയാൽ കൊള്ളാം എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ തിയേറ്ററിലിരുന്ന അത്രയും സമയം ഉറക്കം വന്നില്ല എന്നുള്ള കാര്യം ആദ്യമേ സൂചിപ്പിക്കട്ടെ. നമുക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ദി ഗോട്ട്, ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഡയറക്റ്റഡ് ബൈ വെങ്കട് പ്രഭു, എ യുവൻ ശങ്കർ രാജ മ്യൂസിക്കൽ, തളപതി വിജയുടെ ഏറ്റവും പുതിയ സിനിമ. സത്യത്തിൽ നമ്മൾ ഈ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ എന്ന് പറയില്ലേ, എന്ന് പറയുന്ന പോലെ സിനിമയ്ക്ക് മുമ്പേ സഞ്ചരിച്ച ഒരു ട്രെയിലർ ഡീകോഡിംഗ് ആയിപ്പോയി ഈ സിനിമയ്ക്ക് ഞാൻ ചെയ്ത ട്രെയിലർ ഡീകോഡിംഗ് എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. വരാനിരിക്കുന്ന പടത്തിൻ്റെ കഥയാണ് ഞാൻ ഡീകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാരമില്ല, ആ ക്രെഡിറ്റ് എൻ്റെ കയ്യിലിരുന്നോട്ടെ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, സമയമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അണ്ണൻ്റെ ആടുജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നാണ് ഈ സിനിമ കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗോട്ട് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ മുഖമാണ്. വേറെയും അവരവരായിരിക്കുന്ന മേഖലയിലെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ടുള്ള ആളുകളുണ്ടാവും. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ട എന്ന് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാസ്മരികമായൊരു ജീവിതയാത്രയുണ്ട്, ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ജീവിതം. അത് നമ്മുടെ കുക്കു എഫ് എമ്മിൽ ഒരാൾ നമുക്ക് വേണ്ടി വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കുക്കു എഫ് എമ്മിൽ ഓഡിയോ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, നമുക്ക് ഏറെ പ്രിയപ്പെട്ട സംഗീതജ്ഞർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോടുകൂടി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. പിന്നെ കുറച്ച് സ്പീഡിൽ വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കാം. നെറ്റ് നല്ല സ്പീഡുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ആസ്വദിക്കാം. സ്പോർട്സ് മാത്രമല്ല, നിരവധി അനവധി കാറ്റഗറികളിലായി ഒട്ടനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലെ ലീഡിംഗ് പ്ലാറ്റ്ഫോമാണ് കുക്കു എഫ് എം. ഇപ്പോൾ അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും 7 ദിവസത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യുക, 7 ദിവസത്തേക്ക് ഈ പ്രീമിയം ഫീച്ചേഴ്സ് എൻജോയ് ചെയ്യുക. അത് കഴിയുമ്പോൾ എന്തായാലും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ തോന്നും. അപ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. സോ കുക്കു എഫ് എം ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. നമുക്ക് ദി ഗോട്ടിലേക്ക് തിരിച്ചു വരാം. ഈ സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ നെടുന്തൂണെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ സാക്ഷാൽ വിജയ് തന്നെയാണ്. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ ഒരു നോയ്സ് വരാൻ സാധ്യതയുണ്ട്, ക്ഷമിക്കുക. തളപതി സിനിമകളിൽ അദ്ദേഹം നാടിനെ സംരക്ഷിക്കുന്നു, കർഷകരെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ രക്ഷകൻ പരിപാടി നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയെ രക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആത്യന്തികമായി ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് കുടുംബങ്ങൾ, ഫാൻസ് ഉണ്ടല്ലോ, അവരെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. മറ്റേ അടിച്ചുപൊളി ആഘോഷം ഫാൻസിനേക്കാൾ കൂടുതൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ക്രൗഡിനായിരിക്കും കുറച്ചും കൂടി ഇഷ്ടം തോന്നുക. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും കഥാപരമായി എനിക്ക് വൻ സംഭവമായിട്ട് ഒന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിലും ഈ വിജയുടെ മാനറിസംസ് ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി, പിന്നെ പുള്ളിയുടെ നോട്ടം, പുള്ളിയുടെ കുസൃതികൾ, സാധനങ്ങൾ, അതൊക്കെ ഒരു രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ രസം അത് സിനിമയുടെ ഫസ്റ്റ് ഹാഫിലുണ്ട്, സെക്കൻഡ് ഹാഫിലും അത്യാവശ്യമുണ്ട്. പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും സ്വാഗും ആ ക്യൂട്ട്നെസ്സും ചാമും ഒക്കെ ചേർന്നിട്ടാണ് ഈ സിനിമയെ ശരിക്കും രക്ഷിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. രണ്ടാമത്തെ പോസിറ്റീവ് മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. എന്ന് പറയുമ്പോൾ പാട്ടുകളെ ഞാൻ അത്രയും സംഭവമായിട്ട് പറയില്ല. എനിക്കങ്ങനെ ഒരു വൻ ചാർജായിട്ട് പാട്ട് ഇപ്പോൾ തിയേറ്ററിൽ കാണുമ്പോഴാണെങ്കിലും അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ തോന്നുന്നതെന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉള്ളിലുണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ചില പാട്ടുകൾ ഇനി പാട്ടുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന സിറ്റുവേഷനിലാണ് വന്ന് വീണത്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് അത്യാവശ്യം രസമായിട്ട് തോന്നി. പ്രത്യേകിച്ച് പഴയ പാട്ടുകളുടെ ആ ഒരു യൂസൊക്കെ ഉണ്ട്, അത് മിക്സ് ചെയ്ത് വരുന്നത്. അതുപോലെ ചില സിറ്റുവേഷൻസിൽ ആ സിറ്റുവേഷൻസിലുള്ള സൗണ്ടിനെ എടുത്ത് വെച്ച് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കൊക്കെ ഉണ്ട്. അത് അത്യാവശ്യം രസമായിട്ട് എനിക്ക് തോന്നി. മൂന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ കുറച്ച് സർപ്രൈസുകളുണ്ട്. ആ സർപ്രൈസുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സർപ്രൈസുകൾ അല്ലാതായി മാറുമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ ആ വന്ന് വീണിരിക്കുന്നത് ഒരളവുക്ക് ഓക്കെ, അത് വന്നതുകൊണ്ട് സിനിമയിൽ എന്തോ വൻ സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അത് വന്ന് വീഴുമ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട്, അത് കണ്ടിരിക്കാൻ ആ ഓളത്തിലങ്ങ് പോകും. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇതിലെ VFX, പ്രത്യേകിച്ച് വിജയുടെ ആ ഒരു ചെറുപ്പകാലത്തിന് ചെയ്ത പരിപാടിയൊക്കെ ആയിരിക്കും. എനിക്കത് മോശമായി തോന്നിയില്ല. നമ്മളത് തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ അത് നമുക്കൊരു വിഷയമേ അല്ലാതായിട്ട് മാറും. നമ്മൾ രണ്ട് ക്യാരക്ടറായിട്ട് കാണുകയൊക്കെ ചെയ്യും. പക്ഷേ അത് ലുക്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പരിഭവം എനിക്കുണ്ട്. കൈവിരലുകളുടെ ചലനം പോലും ഡിറ്റോ ആണ്. പക്ഷേ ഈ ഫേസിൻ്റെ VFXൽ വർക്ക് ചെയ്യാൻ കൂടുതൽ സമയമെടുത്തപ്പോൾ അവർ വേറെ ഒരുപാട് കാര്യങ്ങൾ വല്ലാതെ ബാക്കൗട്ട് നിൽക്കുന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് ഈ ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്ന സാധനങ്ങൾ സിനിമ കഴിയുമ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏതൊക്കെ സീൻസാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ടത് അത് കട്ട് ചെയ്ത് പ്ലേസ് ചെയ്തൊക്കെ വരുമ്പം അതങ്ങോട്ട് സെറ്റാവുന്നില്ല. ഈ മുഖത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത എഫേർട്ട് ആ സംഭവങ്ങളിലും കൂടി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. മാത്രമല്ല പാരച്യൂട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ അണ്ണൻ വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നുണ്ട്. അത് പാരച്യൂട്ടിൽ വന്നിറങ്ങുകയാണ്, പക്ഷേ പുള്ളിയുടെ ദേഹത്ത് കാറ്റൊന്നും അടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഈ
തോക്കുകൾ നമുക്കറിയാം ഇത് കാർഡ്ബോർഡും മറ്റും കൊണ്ട് ഇവർ ഉണ്ടാക്കുന്നതാണ്. ചിലതൊക്കെ ഡമ്മി പീസുകൾ അവർ ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ വെടിവെക്കുമ്പോൾ റീകോയിൽ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമകളിലില്ല, പരമ്പരാഗതമായിട്ടില്ല. പക്ഷേ ഒരു വലിയ സ്നൈപ്പറും പിടിച്ച ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കൈ അനങ്ങുന്നതനുസരിച്ച് സ്നൈപ്പറിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ PVC പൈപ്പ് ആടുന്ന പോലെ ആടുക എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറച്ച് കോമഡി ആയിട്ട് തോന്നി സിനിമയുടെ തുടക്കത്തിൽ തന്നെ. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാനും അത് ശ്രദ്ധിക്കാനും. കാര്യം ഇവർ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഫേസിൽ പണിതപ്പോൾ അതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിപ്പം രണ്ടും പുള്ളി തന്നെ ചെയ്തിരുന്നെങ്കിൽ, അതായത് ഈ പറയുന്ന ഫേസ് പരിപാടികളൊന്നും ചെയ്യാതെ തന്നെ അത് ഔട്ടെടുത്ത് വന്നിരുന്നെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല. ഇത് പറയാമല്ലോ, നാച്ചുറലി നമ്മൾ നെഗറ്റീവിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് അങ്ങ് ശിവാജി ഗണേശൻ സമയത്ത് പോട്ടെ, നമ്മുടെ പ്രേം നസീറും KP ഉമ്മറും കേന്ദ്ര കഥാപാത്രങ്ങളായി ഇതേ കഥ നമ്മൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഥയിൽ ചെറിയ മാറ്റങ്ങൾ, അതായത് ഈ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമേ മാറ്റം ഇല്ല, അതും മാറ്റം വരുത്തേണ്ടതൊന്നും വരില്ല. പഴയ ലങ്കാദഹനമാണെന്ന് തോന്നുന്നു സിനിമ, അതിനകത്ത് ഈ വാച്ചിൽ അടൂർ ബാസി പോലീസുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്യൂട്ട് കേസിൽ തോക്കുമായിട്ട് നടക്കുന്ന പ്രേം നസീറിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ കഥ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും ഇതിനൊരു മാറ്റമില്ല. അതായത് ട്രെയിലറൊക്കെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അല്ലെങ്കിൽ ഒരു അപ്കമിങ് സ്റ്റേജിലുള്ള ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒന്നും തന്നെ നമുക്ക് ഈ സിനിമയിലില്ല. ഒരു ടിപ്പിക്കൽ സോപ്പ് കഥ, വളരെ ബേസായിട്ടുള്ള ഒരു കഥയാണ്. ഇതിനകത്ത് വൻ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. പുറത്തിറങ്ങിയിട്ട് നമ്മൾ കഥ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രേ ഉള്ളൂ കഥ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രേ ഉള്ളൂ അത്. എന്നിട്ട് ഈ വരാനുള്ളതൊക്കെ ഇനി ഭാവിയിൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്ന പോലത്തെ സ്ഥിരം ഈ അടുത്ത കാലങ്ങളിലൊക്കെ കണ്ടുവരുന്ന ഇന്ത്യൻ സിനിമയിലെ ഒരു രീതിയാണ് അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് ഈ സിനിമയും കൊണ്ട് എൻഡ് ചെയ്യുന്നത്. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ, വിജയ് കാപ്പാത്തുന്ന കുറേ സീക്വൻസുകളൊക്കെ നമുക്കറിയാം അടുത്തത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, പുള്ളി കാണിക്കാൻ പോകുന്ന എക്സ്പ്രഷൻ ഇതായിരിക്കും എന്നുള്ളത് വരെ അറിയാം. പക്ഷേ അത് വിജയ് കാണിക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. കഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് ഏകദേശമൊക്കെ ഒരു ധാരണയുണ്ട്. ഇതിങ്ങനെ ഒരു വൻ പുതുമയുള്ള കാര്യമോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടില്ലാത്ത കാര്യമോ ഒരുപക്ഷെ തമിഴ് സിനിമയിൽ ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു ആവറേജ് സാധനമൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പറയേണ്ടത് ഫൈറ്റുകളും ട്വിസ്റ്റും ഒക്കെയാണ്. ഈ ഫൈറ്റിൽ റോപ്പ് അതുപോലെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാവുമല്ലോ. അതുപോലെ ഒരു പഞ്ച് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ പറയുന്നത് ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇടി മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നും. പക്ഷേ അത് എടുത്തു വെക്കുന്ന രീതി, അത് പ്രേക്ഷകൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുമല്ലോ. ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആക്ച്വലി ഓഡിയൻസ് മുഴുവൻ കുറേ തമിഴ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ തിയേറ്ററിൽ. അവർ സിനിമയുടെ തുടക്കത്തിൽ വിജയെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമിഴിൽ വിളിച്ച് പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ തിയേറ്റർ ഒരു ഉത്സവപ്പറമ്പാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പാട്ട് സീക്വൻസിലും വിജയുടെ ഒരു പഞ്ച് ഡയലോഗിൻ്റെ കൂടെ ഒരു മ്യൂസിക്കിൽ പുള്ളി ഇങ്ങനെ സ്ലോ മോഷനിൽ വരുന്ന അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. അവിടങ്ങളിലൊക്കെ വന്ന കയ്യടി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഓഡിയൻസ് ആക്ച്വലി അനങ്ങാണ്ടിരിക്കുകയായിരുന്നു. ഈ പറയുന്ന ഫൈറ്റുകളാണെങ്കിലും ട്വിസ്റ്റുകളാണെങ്കിലും എനിക്കും വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പിന്നൊരു രസമുള്ള കാര്യം, ഈ തളപതി ഫാൻ ഫൈറ്റ് പരിപാടികളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ കുറച്ച് തല ഫാൻസും തളപതിയുടെ കൂടെ നിൽക്കും. അത് ഈ പൊളിറ്റിക്സിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ക്യാപ്റ്റൻ സ്നേഹം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനോടൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കരുതി എന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്തു എന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ടായിരുന്നു. എൻ്റെ ആകെ മൊത്തത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു ഓക്കേഷ് അനുഭവമാണ്. ഒരു വൺ ടൈം വാച്ചബിൾ, കണ്ടു നോക്കാം. വിജയ് ആയതുകൊണ്ടുള്ള ഒരു രസമുണ്ട് ആ പടത്തിന്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയാനുള്ള ഒന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വെങ്കട് പ്രഭുവിൻ്റെയും വിജയുടെ ഒക്കെ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അത് ഈ സിനിമയല്ല. പക്ഷേ ഇത് ആസ് എ പ്രേക്ഷകൻ എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണം വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.